സദസ്സിലിരിക്കുന്ന പ്രമുഖരെ, ജോൺ പോൾ സാറ് തന്നെയാണ് ഈ ചടങ്ങിൽ എന്നെ ക്ഷണിച്ചത്. സി സാർ പറഞ്ഞ പോലെ തന്നെ ജോർജ് സാറ് ആദരിക്കപ്പെടുന്ന ഒരു ചടങ്ങിൽ സംബന്ധിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഉറപ്പായിട്ടും ഈ പരിപാടിക്ക് വരുമെന്ന് ആ ക്ഷണം സ്വീകരിച്ച അതേ നിമിഷത്തിൽ തന്നെ തീരുമാനിച്ചു. കാരണം ഇത് വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു അവസരമല്ല എന്നുള്ളതുകൊണ്ട് തന്നെ അതിൽ വളരെയധികം ഞാൻ സന്തോഷിക്കുന്നു. എൻ്റെ വളരെ ചെറുപ്പ സമയത്താണ് 84-ൽ പഞ്ചവടി പാലം റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ചില സിനിമകൾ നമ്മൾ കാണുന്ന സമയത്ത് ആ സിനിമയിൽ ആ ഫിലിം മേക്കറെ കാണാൻ പറ്റും. അന്ന് എൻ്റെ ചെറിയ പ്രായത്തിൽ ആരാണ് സംവിധാനം ചെയ്തതെന്നൊന്നും അറിയാനുള്ള പ്രായം, എങ്കിലും മുതിർന്നപ്പോൾ ഞാൻ അന്വേഷിച്ചത് കെ ജി ജോർജ് സാറായിരുന്നു. പിന്നെ സാറിൻ്റെ എല്ലാ സിനിമകളിലും എനിക്ക് സാറിനെ കാണാൻ പറ്റി. ഒരു ഫിലിം മേക്കറുണ്ട്, എനിക്ക് തോന്നുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിലെ റെവല്യൂഷണറി ഫിലിം മേക്കറായി ജോർജ് സാറിനെ കാണാൻ പറ്റും. ഓരോ സിനിമകൾ എടുത്താലും ലേഖയുടെ മരണം, ഒരു ഫ്ലാഷ് ബാക്ക്, ആദാമിൻ്റെ വാരിയിൽ, അങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ സാറ് സ്വതന്ത്രമായി അല്ലെങ്കിൽ നട്ടലുള്ള ഒരു ഫിലിം മേക്കറായി ഞങ്ങളെപ്പോലുള്ള യുവ കലാകാരന്മാർക്ക് ഒരു ഇൻസ്പിറേഷനായി. ഇന്ന് ജോർജ് സാറ് 98-ന് ശേഷം സിനിമ ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് വേറെ ഒരാഗ്രഹമുള്ളത്, സാറ് എനിക്ക് തോന്നുന്നത് ഇങ്ങനൊരു സിനിമ ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ച് അതിനുള്ള വർക്കുകൾ നടക്കുന്നെന്ന് തോന്നുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ഒരാഗ്രഹമാണ് സാറ് എത്രയും പെട്ടെന്നൊരു സിനിമ കൂടെ ചെയ്യണമെന്നുള്ളത്. ഇത് ഏറ്റവും സന്തോഷമുള്ളൊരു നിമിഷമാണ് എനിക്ക്. കാരണം എൻ്റെ ആദ്യ ചിത്രത്തിലൂടെ ഒരു യുവ പ്രതിഭാ പുരസ്കാരം എന്ന് പറഞ്ഞിട്ട് ഈ ചാവറ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഒരു പുരസ്കാരം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിലേറെ സന്തോഷമുള്ളൊരു കാര്യം, കെ ജി ജോർജ് സാറിനെ ആദരിക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയതിലും അദ്ദേഹത്തോടൊപ്പം ഈ വേദിയിൽ ഇരിക്കാൻ പറ്റിയതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് മുമ്പ് സിബി സാറിവിടെ പറയുകയുണ്ടായി, ജോർജ് സാറാണ് മാനസ ഗുരു എന്ന്. അതുപോലെ ജോർജ് സാറിൻ്റെ ശിഷ്യനാകണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നും പറയുകയുണ്ടായി. അപ്പോൾ ആ കാര്യത്തിൽ ഏറ്റവും സന്തോഷമുള്ളൊരു ആളാണ് ഞാൻ. കാരണം ജോർജ് സാറിൻ്റെ ശിഷ്യനാണെന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും. അതുപോലെ ജോർജ് സാറ് മാത്രമല്ല, എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഒരു അവാർഡാണ് എനിക്ക് ഇതോടെ കിട്ടിയത്. ജീവിതത്തിലെ ഫസ്റ്റ് പുരസ്കാരമാണ്. അത് ഒരു ഡയറക്ടർ ആയതിനു ശേഷം അത് എന്നെ പഠിപ്പിച്ച കുറച്ചധികം ഗുരുക്കന്മാരിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ജോൺ പോൾ സാറ്, ചെറിയൻ സാറ്, മോഹൻ സാറ്, JP സാറ്, അങ്ങനെ കുറച്ചധികം ആൾക്കാരുടെ കൂടെ അല്ലെങ്കിൽ ഒപ്പം ഈ ഒരു പുരസ്കാരം നേടാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഈ വേദി, എനിക്ക് ഈ പുരസ്കാരങ്ങൾ തരുന്ന വേദിയിൽ എത്തിച്ചേർന്നു കുറച്ചധികം വിശിഷ്ട വ്യക്തികളുടെയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല തലമുറയിൽപ്പെട്ട സംവിധായകരും വിശിഷ്ട വ്യക്തികളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ ഇത്ര ഒരു പുരസ്കാരം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും ഈ പ്രോഗ്രാമിനും അതേപോലെ ജോർജ് സാറിനെ ആദരിച്ച ഈ ചടങ്ങിനും എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. നന്ദി, നമസ്കാരം. ഈ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് എനിക്ക് വളരെ സന്തോഷം തരുന്ന ഒരു വാർത്തയാണ്. എനിക്ക് സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടില്ല. എനിക്ക് സ്ട്രോക്ക് വന്നതിൻ്റെ ഫലമായിട്ട് ഞാൻ ഇരിക്കുന്നത്. അപ്പം സാധാരണഗതിയിൽ പല കാര്യങ്ങളും പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പല കാര്യങ്ങളും ആലോചിച്ചു. പലരും എന്നെ പിന്നെ നല്ല വർത്തമാനങ്ങൾ പറഞ്ഞു. എസ്പെഷ്യലി സിബിയൻ ഞാൻ ഉദ്ദേശിച്ചതൊക്കെ വലിയ ആളാണ് സിബിയെന്ന് എനിക്ക് തോന്നി. കാരണം എൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ചിവിക്ക് ഇത്തരത്തിന് സാധിക്കുന്നത് വലിയ കാര്യമായിട്ട് കരുതുന്നു. ഇതൊരു വലിയ ഈ ഫെസ്റ്റിവലിൻ്റെ ഭാഗമാകാൻ സാധിച്ചു. ഇവിടെ നിങ്ങളെ കൂടെ ഈ സമയത്തിലൊരുക്കാൻ സാധിച്ചു വലിയൊരു കാര്യമായിട്ട് നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.